പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. കർഷകരെ ആത്മഹത്യ ചെയ്യണമെന്ന് കടക്കണി വന്നിട്ട് അത് നമ്മുടെ ഇവിടെ ഒന്നുമല്ലല്ലോ, അത് വെളിയിലല്ലേ. വിവരക്കേട് പറയാതെ സ്ത്രീയെ ഗുജറാത്ത് അങ്ങനെയുള്ള കേരളത്തിലിപ്പോ നടന്നു, ശരിയാണ്, ആത്മഹത്യയൊക്കെ നടന്നു. അവർക്ക് പല പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. അവരുടെ കയ്യിൽ നിന്ന് നെല്ല് സംഭരിച്ചിട്ട് ആ നെല്ലിന്റെ പണം ഗവൺമെന്റ് നൽകാത്തേ തുടർന്നാണ് ഈ പറയുന്ന കർഷകർ. ഗവൺമെന്റിന് എന്തെല്ലാം ബാധ്യതകളാണ് ഇപ്പോൾ തന്നെ ഇരിക്കുന്നത്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. 27 കോടി രൂപയാണ് കേരളീയത്തിന് മുടക്കിയത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ഇത്രയും 1 കോടി 5 ലക്ഷം രൂപയുടെ ബസ്, ഇത്രയും അധികം പോസ്റ്ററുകൾ, അപ്പൊ ഇത്രയും പൈസ മുടക്കുന്നുണ്ട് സർക്കാർ ഈ കാര്യത്തിന് വേണ്ടി മാത്രം. വെറും 1 ലക്ഷം രൂപ കിട്ടാത്തതിന്റെ പേരിലാണ് ഒരു കർഷകൻ മരിച്ചുപോയത്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. കുടുംബത്തോട് ഇപ്പൊ അങ്ങനെ ഒരു ഇത് നടന്നിട്ടെങ്കിൽ തന്നെ ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്യാൻ നേരിട്ടുണ്ട് അല്ലേ. ഇപ്പൊ അവർക്ക് എന്താന്ന് വെച്ചാൽ അതിനുള്ള നഷ്ടം കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ന കടം കൊണ്ടാണ് ആൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാണ് നമ്മൾ സംഭവങ്ങൾ അറിയുന്നത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. അയാളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അയാൾ അത് വെളിപ്പെടുത്തണമായിരുന്നു. ഇന്ന പോലെ ഇത് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ ഈ പാറകളുടെ കൂടെ കൂടി നശിക്കും. ഇപ്പൊ അങ്ങനെ സംഭവിച്ചിരുന്നു. ആരോട് ചോദിച്ചു എന്ന് പറയണു. പക്ഷെ ഇപ്പൊ അവരുടെ കുടുംബത്തിന് ഒരു താങ്ങായിട്ട് സർക്കാർ എന്താ വേണ്ട നടപടികൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊരു വഴി ആയല്ല. അവർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തീർച്ചയായിട്ടും പാർട്ടി ഭരിക്കുന്ന സമയത്ത് കർഷകർക്ക് ഇത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥ വരുന്നത് കഷ്ടമാണ്. കുത്തും ആലോചിക്കണം, വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കർഷകർക്ക് ഇത്രയും ദയനീയമായ അവസ്ഥ എന്ത് അവസ്ഥയാണ് വന്നത്? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ നമ്മുടെ ഗവൺമെന്റിന് താങ്ങാവുന്നതിൽ കൂടുതലാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അതെ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാമല്ലോ. ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക.